ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മഴക്കാലമൊക്കെയാണ് എങ്കിൽ തന്നെയും നമ്മുടെ പറമ്പിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ദിവസവും വിളവെടുക്കാനായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഈ മഴക്കാലമായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് പറമ്പിലൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ട് വരാം. ഞാൻ ഒരു വലിയ മുറവും കത്രികയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് പറമ്പിലോട്ട് പോയിട്ട് വരാം. ഇപ്പം മഴക്കാലമാണെന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ, ഒരു വിത്ത് പോലും നടാതെ ഇരുന്നാലുണ്ടല്ലോ, നമുക്ക് ഓണകാലമൊക്കെ ആകുമ്പോഴത്തേക്ക് വിളവെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ എന്തേലും ഒരു 10 പച്ചക്കറികൾ നമ്മുടെ പറമ്പിലോ ടെറസിലോ ഗ്രോ ബാഗിനകത്തോ ഒക്കെ നട്ടുപിടിപ്പിക്കാന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കാതെ ഇരിക്കത്തില്ല. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. അപ്പം കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisleifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകൾ, ഗ്രോ ബാഗൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്ക് വിളവെടുക്കാനായിട്ട് പോകാം. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ രാവിലെ ഇവിടെ നമ്മുടെ വേസ്റ്റ് വെള്ളം കളയാനായിട്ട് ഓരോന്നിൻ്റെയൊക്കെ ചോട്ടിൽ ഒഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ പഴയ വെള്ളരി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. പഴയ വെള്ളരി എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷുവിനൊക്കെ വിളവെടുത്ത് നമ്മുടെ വെള്ളരിയുടെ മൂടൊന്നും പിഴുത് കളയാൻ നിർത്തിയേക്കുമായിരുന്നു. ഇവിടെ എല്ലാം നല്ല കാടാണ് കേട്ടോ. നമ്മളെത്ര പോച്ച പറിച്ചാലും പിന്നെയും കാടാണ്. എന്നാലും ഞാനൊരു കമ്പുമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വകഞ്ഞ് മാറ്റിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് വെള്ളരിയൊക്കെ അതിനകത്തുനിന്ന് കിട്ടി. അത് കിട്ടിയ ഒരു സന്തോഷം നിങ്ങളെ ഒന്ന് കാണിക്കണം. കണ്ടോ, ഇത്രയും എനിക്ക് കിട്ടി. ആ ചരുവും കൂടെ അവിടെ ഇരിക്കുകയാണ്. പിന്നെ എന്താണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. നാലെണ്ണം പറിച്ചു കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരമെന്ന് പറഞ്ഞാൽ, അപ്പം ഇതൊന്നും വലിച്ചു പിഴുത് കളയാതെ നമ്മൾ നിർത്തിയിരുന്നത് കൊണ്ടാണല്ലോ നമുക്ക് വീണ്ടും വിളവെടുക്കാനായിട്ട് സാധിച്ചത്. അപ്പം പയറുവള്ളിയാണെന്നുണ്ടെങ്കിലും വഴുതനയാണെന്നുണ്ടെങ്കിലും വെള്ളരിയാണെന്നുണ്ടെങ്കിലും എല്ലാം കുറച്ച് നാളും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ കുറച്ച് വിളവും കൂടെ നമുക്കതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലുമൊക്കെ വളം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. കണ്ടോ, കിട്ടിയത് കണ്ടോ, നല്ല മുട്ടൻ വെള്ളരി കണ്ടോ. അപ്പം അത് നമുക്കിനി നമ്മുടെ പാത്രത്തിനകത്തോട്ട് എടുത്ത് വയ്ക്കാം. ഇനി ഇതിനിടയ്ക്കൊക്കെ നോക്കിയപ്പോഴേ പിഞ്ച് വരുന്നുണ്ട്. എന്തായാലും കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. എത്ര കാടാണെന്നുണ്ടെങ്കിലും അവിടെ കിടക്കട്ടെ. നമ്മൾ പുല്ല് പറിച്ച് നമ്മൾ കുഴഞ്ഞിരിക്കുക. അപ്പം ഒരറ്റത്തുനിന്ന് നമ്മൾ പറിക്കുമ്പോഴത്തേക്കും മറ്റു ഭാഗത്തുനിന്ന് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. വെള്ളരി ഇത്രയും കിട്ടിയല്ലോ, സന്തോഷം. അതുകൊണ്ട് ഇവിടെ ഒരു മൂട് പയറും നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് പന്തലൊന്നും കൊടുത്തില്ല. ഒരു ചീരയുടെ മണ്ടയിലോട്ടാണ്, ഒരു പച്ചച്ചീരയുടെ മണ്ടയിലോട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. അപ്പം നല്ല സൂപ്പർ പയർ അതിനകത്ത് പിടിച്ചേക്കുന്നത് കണ്ടോ. കൂടുതലൊന്നും പിടിച്ചിട്ടില്ല, പിടിക്കാൻ സമയമായി വരുന്നതേ ഉള്ളൂ. പക്ഷേ അതൊരു 4-5 ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. നല്ല പയറാണേ. ഇനി തൊട്ടപ്പുറത്തൊരു കുറ്റിപ്പയറും കൂടെ നിൽപ്പുണ്ട്. അതുകൂടെ ആകുമ്പോഴത്തേക്കും ഒരു തോരനുള്ളത് കിട്ടും. ഉണ്ട്, ഈ കിടക്കുന്നത് കുറ്റിപ്പയറാണെന്ന് ആരെങ്കിലും പറയുമോ? കുറ്റിപ്പയറാണ് സംഭവം. പക്ഷേ നമ്മൾ പന്തലും ഒന്നും കെട്ടിക്കൊടുത്തില്ല. ഇവിടെ മൊത്തം ഒറ്റ ഒരു മൂടാണ് കേട്ടോ. അതിൻ്റെ മൂടിന് നല്ല കന കാണാം. ഇവിടെ നല്ല ഒരു മരമൊക്കെ മുറിച്ചതിൻ്റെ വേസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രയും അങ്ങ് പടർന്ന് പന്തലിച്ചത്. നല്ല മുട്ടൻ പയറാട്ടോ. കുറേ പ്രാവശ്യം അതിനകത്തുനിന്ന് വിളവെടുത്തതാണ്. ഒരു കൊച്ചു കമ്പ് കുത്തി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ അങ്ങ് പടർന്ന് കയറി വന്നേനെ. ഒളിച്ച് നിൽക്കുക പയറൊക്കെ. ജോലിക്കാർ വന്നപ്പോൾ അതെല്ലാം കൂടെ ചുരുട്ടി ഒരിടത്തോട്ടാക്കി വെച്ചു. കിട്ടിയതാവട്ടെ. ഈ വഴുതനെ നമ്മൾ കുറേ പ്രാവശ്യം കാണിച്ചതാണ്. അപ്പം വയസ്സ് എന്ന നമ്മുടെ ഈ വഴുതനെ നമ്മളൊരു ചെറുപ്പക്കാരിയാക്കിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആവശ്യമില്ലാത്ത അഴുക്ക ഇലകളെയൊക്കെ കൊമ്പുകളെയൊക്കെ വെട്ടി നമ്മൾ മാറ്റിയിട്ട് നന്നായിട്ട് മണ്ണൊക്കെ അടുപ്പിച്ച് ആദ്യം വളം കൊടുത്തിട്ട് മണ്ണൊക്കെ അടുപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ മഴ പരുവമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വഴുതനയൊക്കെ ഓരോ കീടങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. ഇലയൊക്കെ നല്ല അരിപ്പം മാതിരിയൊക്കെ ആക്കിക്കളയും. അപ്പം വിവേറി ഉണ്ടെങ്കിൽ അത് സ്പ്രേ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇലയെല്ലാം ഒന്ന് നനച്ചിട്ടേ
മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ വിതറി കൊടുത്താൽ ഈ കീടങ്ങളുടെ ശല്യമൊക്കെ ഇത്തിരി കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ എപ്പം വന്ന് നോക്കിയാലും നമ്മുടെ ഹരിത വഴുതനയ്ക്കകത്ത് ഇഷ്ടം പോലെ വഴുതന, ഇത്രയും വഴുതനങ്ങ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടോയെന്ന് എൻ്റെ ഒരതിശയം സത്യം പറഞ്ഞാൽ. എപ്പം വന്ന് നോക്കിയാലും നല്ല അടിപൊളി വഴുതനങ്ങ. ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇത് കൊടുക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് അകത്തോട്ടങ്ങ് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് പറിച്ച് ഇങ്ങനെ എടുക്കാം. നമുക്ക് പറിക്കുന്ന നമുക്ക് ഈ മുറത്തിനകത്തോട്ടിടാം. അപ്പം കുറച്ചും കൂടെ നമുക്ക് വിളവെടുക്കാം. ഇവിടെയൊക്കെ കൂട്ടത്തോടെ നിൽപ്പുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ പഴയ വഴുതന ചെടികൾ നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് വളപ്രയോഗം ചെയ്തതുപോലെ അങ്ങോട്ട് ചെയ്യണം കേട്ടോ. അപ്പം വീണ്ടും ഇതേപോലെ വഴുതനയൊക്കെ വിളവെടുക്കാം. കണ്ടോ, കൈ നിറയെ കിട്ടിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം തൽക്കാലം വഴുതനങ്ങ നിർത്താൻ ഇനി നിപ്പുണ്ട്. എല്ലാം കൂടെ പറിച്ചുകൊണ്ട് വെച്ചാലും കഴിക്കാനും ആൾ വേണമല്ലോ. അടുത്തതേ ഇനി നമ്മുടെ കോവലാണ്. കോവൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വളപ്രയോഗം കൊടുത്തായിരുന്നല്ലോ. അതും പ്രായമായതിനെ നമ്മൾ എങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തണമെന്നും വളപ്രയോഗം ചെയ്യണമെന്നും ഒക്കെ ഉള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഇതേപോലെ വിളവെടുക്കാം. ഞാൻ ഇതിനിടയ്ക്ക് ഒന്നും കൂടെ വിളവെടുത്തായിരുന്നു. വളപ്രയോഗം കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ വിളവെടുത്തു. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. നന്നായിട്ടാണ്ട് ഇത്രയും വലുതായി എന്നിട്ട് കായ, നല്ല സൂപ്പർ കായ. ഞാൻ ഇതിനകത്തോട്ടൊന്ന് കയറട്ടെ. ഇവിടെ എല്ലാം ഇങ്ങനെ നിൽക്കുവാണ് കായ്കൾ. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഒളിച്ചൊളിച്ച് നിൽക്കും. ഇവിടെ എല്ലാം വേണ്ട. മൂക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ കോവയ്ക്ക പറിക്കണം. എങ്കിലേ അതിന് നമുക്ക് കഴിച്ചാലേ ഒരു ടേസ്റ്റായിട്ട് തോന്നത്തുള്ളൂ. പഴുക്കുന്നത് വരെ നിർത്തിയേക്കരുത്. എപ്പം വന്ന് നോക്കിയാലും നമുക്ക് കോവയ്ക്ക കിട്ടുമെന്നുള്ളതാണ്. കണ്ടോ, ഇത്ര നല്ല കായാന്ന് നോക്കിക്കേ. ഉണ്ടോ, അതെല്ലാം പറിച്ചെടുക്കാം. അപ്പം നമുക്ക് ആവുന്ന രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ, നമ്മുടെ വീട്ടിലുള്ളവരെ കഴിക്കുന്നതും നമുക്ക് ഇഷ്ടപ്പെട്ടതുമായ ഒരു 10 പച്ചക്കറി എങ്കിലും നട്ടുപിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് ദാണ്ടെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ വിളവെടുക്കാനും അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള കറികൾ നമുക്ക് കഴിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ നട്ടുപിടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓണത്തിനൊക്കെ വിളവെടുക്കണ്ടേ ഇതേപോലെയല്ല, ഇതിന് ഇരട്ടിയായിട്ട് വിളവെടുക്കണം, എങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം അതിനുള്ള നല്ല നല്ല വെറൈറ്റി വിത്തുകളൊക്കെ എത്തിയിട്ടുണ്ട്. വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് വെറൈറ്റി വിത്തുകൾ 250ഓളം ടൈപ്പ് പച്ചക്കറിയുടെ വിത്തുകൾ ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ട്. ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഗ്രോ ബാഗുകൾ ഒക്കെ വാങ്ങിക്കുക, അതിനകത്തൊക്കെ നടുക. അപ്പോൾ ഞാൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളവെടുപ്പൊക്കെ കാണിക്കുന്നത് എനിക്ക് ഇത്രയും കിട്ടിയതൊന്നും കാണിക്കുന്നതിന് വേണ്ടിയിട്ടല്ല കേട്ടോ. ഞാൻ ഇത്രയും ചെയ്തു, എനിക്ക് ഇത്രയും കിട്ടിയപ്പോൾ അത് നിങ്ങൾക്കും ഒരു പ്രചോദനം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ജൈവ രീതിയിൽ നമ്മൾ യാതൊരു രാസവളങ്ങളും ഉപയോഗിക്കാതെ നമുക്ക് ഇത്രയൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ, അത് ഈ മഴക്കാലത്ത് നമ്മുടെ പറമ്പിലൂടെ ഒന്ന് കറങ്ങുമ്പോൾ ഇത്രയും പച്ചക്കറി കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാനുണ്ടോ? അതുകൊണ്ട് എല്ലാവരും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണം. നമുക്ക് ആവുന്ന രീതിയിലുള്ള പച്ചക്കറി കൃഷികൾ, നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ, കമ്പോസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ വിളവെടുക്കാം. അപ്പോൾ ഇവിടെ നട്ടുപിടിപ്പിച്ചേക്കുന്ന മുല്ലമൊട്ടാണ് ഇത്, മുല്ലമൊട്ട് മുളക്. അതിനകത്ത് ഇപ്പം നന്നായിട്ട് പിടിക്കാനായിട്ട് തുടങ്ങി. മൂന്ന് ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. 2 ചട്ടി, 3 ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നന്നായിട്ട് മുല്ലമൊട്ട്, നല്ല സൂപ്പർ മുളകാണ് കേട്ടോ. അത് പച്ചക്കറിക്കും എല്ലാം
പച്ചക്കറി എന്ന് വെച്ചാൽ നമ്മുടെ കറികൾക്കൊക്കെ ഇടാനായിട്ട് ഏറ്റവും നല്ലൊരു മുളകാണ് കേട്ടോ. മുല്ലമുട്ടാന്ന് കരുതി ഒന്നിനും ഇടാതിരിക്കുകയൊന്നും ചെയ്യരുത്. നല്ല സൂപ്പറാണ്, ഇഷ്ടം പോലെ പിടിക്കും. അതേപോലെ തന്നെ ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും കേട്ടോ. നമുക്ക് ഒരുപാട് നാൾ നിന്നിട്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഉജ്ജ്വലമുളക് നിൽപ്പുണ്ട്, അതും പറിച്ച് ഇപ്പം തീരാറായി. മുറത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ഇപ്പം ഇതൊന്നും പറിച്ച് നമുക്ക് കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ലല്ലോ. മുളകൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇങ്ങോട്ട് വന്നങ്ങ് പറിച്ചാൽ മതി. ഈ ഉജ്ജ്വലയൊക്കെ എനിക്ക് ഇഷ്ടം പോലെ അങ്ങ് പിടിച്ചോളും. അപ്പം നമ്മുടെ ഈ മഴക്കാലത്തുള്ളതായ ഈ വിളവെടുപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊന്ന് വിസിറ്റ് ചെയ്താൽ മതി. വെബ്സൈറ്റിൽ കൂടെ വാങ്ങിക്കാൻ അറിയാത്തവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം, അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.